നമുക്ക് ഇന്ന് ചെറിയ പൂക്കൾ എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അതിനകത്ത് ആദ്യം ഞാൻ കുറച്ച് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടി മിക്സ് ചെയ്ത് ഇത് നമ്മുടെ മണൽ ചാണകപ്പൊടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുവാണ്. മിക്സ് ചെയ്തതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളുള്ള ചട്ടിക്കകത്ത് എല്ലാത്തിനും വെള്ളം ഒഴിക്കണം. ഈ വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്നറിയുമോ? നമുക്ക് മെല്ലെ ഊരിയെടുക്കാനാണ്. വേരിനും ഒന്നിനും ഒരു പ്രശ്നം വരാത്ത രീതിയിൽ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ആ ചട്ടിക്കകത്ത് വലിയ ചട്ടിയിലോട്ട് മാറ്റും, ഒത്തിരി പൂക്കളുണ്ടാവാനേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പഴുത്ത ഇലകളെല്ലാം പറിച്ച് കളയണം. അതുപോലെ തന്നെ നമ്മൾ ഈ പൂക്കളെല്ലാം പറിച്ച് കളയും. പൂക്കളും മുട്ടും എല്ലാം നമ്മൾ പറിച്ച് കളയും. എന്തിനാണെന്നറിയുമ്പോൾ നമ്മൾ നടുന്ന സമയത്ത് ഒന്നുമില്ലാത്ത രീതിയിൽ നമ്മൾ നട്ട് കഴിയുമ്പോൾ നമുക്ക് ഇത് ഒത്തിരി പൂക്കളായിട്ട് തരും. അപ്പോൾ ബുഷായിട്ട് നല്ല തിക്കായിട്ട് വരും. തിക്കായിട്ട് വരുമ്പോൾ ഒത്തിരി പൂക്കൾ കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയില്ലേ, നല്ല രസമില്ലേ അന്നേരം കാണാൻ. അതിന് വേണ്ടി ഞാൻ ചെയ്യുന്നത്. ഇത് കണ്ടോ ഞാൻ ഊരിയെടുക്കുന്നത്. ഇങ്ങനെ ഊരിയെടുത്താലുണ്ടല്ലോ വേരിനൊന്നും ഒരിളക്കാൻ പറ്റത്തില്ല. അതിന് ഞാൻ ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് മെല്ലെ 2 വിരലിങ്ങനെ അതിനകത്തോട്ട് ചെടിയോട് ചേർത്ത് വെച്ചിട്ട് മെല്ലെ ഊരിയെടുക്കുകയാണെങ്കിൽ വേരിനും ഒന്നിനും ഇളക്കാൻ വരാതെ അതേ രീതിയിൽ തന്നെ നമുക്ക് നടാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പഴുത്ത ഇലകളെല്ലാം ഒന്ന് പറിച്ച് കളഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് മെല്ലെ നമ്മൾ കുഞ്ഞു മക്കളെ എടുക്കുന്ന പോലെ എടുത്ത് മെല്ലെ താത്തി വെച്ചിട്ട് നല്ലോണം കുറച്ചുകൂടെ മണ്ണെന്ന് ഇളകാനുണ്ട്. അതിലിളക്കിയിട്ട് നമുക്കിങ്ങനെ മെല്ലെ പിടിച്ച് ഇലകളെല്ലാം ചേർത്ത് മെല്ലെ പിടിച്ചിട്ട് മെല്ലെ പയ്യെ ഇട്ട് കൊടുക്കാവേ. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതിന് വേദനിക്കത്തില്ല. കണ്ടോ ഞാൻ ചെയ്യുന്നത്? അതിന് ഒന്നിനും ഒരു ഇളക്കം തട്ടാത്ത രീതി നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മൾ നല്ല ഇതായിട്ട് കുറച്ച് തട്ടി കൊടുത്തതെന്ന് വെച്ചാൽ എല്ലാം ഒന്ന് ലെവലായിട്ട് വരാനാണ്. അങ്ങനെ ആയിക്കഴിയുമ്പോൾ അടിപൊളിയായിട്ട് പൂക്കുവേ. അപ്പോൾ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.